ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വന്നിരിക്കുക കേട്ടോ. അപ്പോൾ എൻ്റെ ഒരു ഈവനിങ് ഷിഫ്റ്റ് നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ. നിങ്ങൾ കാണുന്ന പോലെ എൻ്റെ കുക്കിങ്ങിൻ്റെ ആണ് ആദ്യത്തെ എടുത്തേക്കുന്ന വീഡിയോ. എന്താണെന്ന് വെച്ചാൽ പറഞ്ഞല്ല, കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ഈവനിങ് വർക്ക് ചെയ്യുമ്പോൾ രാവിലെ എണീക്കാൻ വൈകൂട്ടോ. നേരെ എണീച്ച് ഫ്രഷായി കുക്ക് ചെയ്യാതെ കയറി പോകാനുള്ള സമയം മാത്രമേ കിട്ടാറുള്ളൂ. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ സാമ്പാറാട്ടോ. അതാവുമ്പോൾ ഉണ്ടാക്കാനും എളുപ്പമാണ്, കഴിക്കാൻ നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ ലാസ്റ്റ് റൗണ്ടായിട്ട് ജസ്റ്റ് താളിച്ച് സാമ്പാറിലേക്ക് ഇട്ടാൽ ആ പരിപാടി അങ്ങ് തീരും കേട്ടോ. എന്ത് സിമ്പിളായിട്ടല്ലേ പറയണേ. ജീവിതത്തിൻ്റെ ഓരോരോ പോക്കേ എല്ലാം പഠിച്ചിരിക്കണം. അതിൻ്റെ ഇടയിലാണ് മുളക് പറഞ്ഞ കാര്യം ഞാൻ ഓർത്ത്. പിന്നെ മുളക് എടുക്കാൻ വേണ്ടി ഓടി. ഇതൊക്കെ താളിച്ച് സാമ്പാറിൽ കിടക്കണതാണ് എന്ത് രസമല്ലേ. ഓർക്കുമ്പോൾ തന്നെ കൊതി വന്നു. ഇച്ചിരി ചൂട് ചോറും കുറച്ച് സാമ്പാറും പേരിനൊരു പപ്പടം കൂടെ ഉണ്ടെങ്കിൽ പൊളിയായിരിക്കും. പക്ഷെ പപ്പടം ഇല്ല കേട്ടോ. പക്ഷെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. കണ്ടോ, ഇപ്പം ആ കളർ തന്നെ അങ്ങ് മാറി. ഇനി കുറച്ച് കായം പൊടിയും കുറച്ച് സാമ്പാർ പൊടിയും ഇട്ടാൽ സംഭവം സെറ്റ്. സാമ്പാറിലേക്ക് അങ്ങ് ഇട്ടാൽ മാത്രം മതി. എൻ്റെ കുക്കിംഗ് സ്കിൽസാണ് കേട്ടോ നിങ്ങളെ കാണുന്നത്. ഷെഫ് പോലും കാണിക്കില്ല ഇതുപോലെയൊന്നും. എന്ത് ചെയ്യാനാ, ആ പാൻ വെച്ച് അമ്മാനാടുന്നത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവണം ഞാൻ പ്രൊഫഷണലാണെന്ന്. സത്യം പറഞ്ഞാൽ സമയമില്ല, അത് തന്നെയാണ് കാര്യം. ഇപ്പം തന്നെ സമയം ഏകദേശം ഒരു 11:45 12:30 ആകുമ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങണം. അതിനു മുമ്പ് കഴിക്കുകയും വേണം, റെഡിയാവുകയും വേണം. അതാണ് കാര്യം. ഇനിയെല്ലാം ഷടപടേന്നായിരിക്കും. ഇത് കഴിഞ്ഞാൽ തന്നെ പകുതി പണി അങ്ങ് തീരും കേട്ടോ. ഇനി ഞാനിവിടെ അവതരിപ്പിക്കാൻ പോകുന്നത് എൻ്റെ അമ്മയുടെ കയ്യിൽ നിന്ന് ഞാൻ അടിച്ചു മാറ്റിയൊരു സ്കില്ലാണ് കേട്ടോ. സ്കില്ലൊന്നും അല്ലെങ്കിലും ഇത് അമ്മ ചെയ്യണമുണ്ട്, ഞാൻ പഠിച്ചതാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി സൗണ്ട് കേൾക്കാൻ വേണ്ടിയിട്ട്. കണ്ടില്ലേ, ആദ്യം ആ താളിച്ച സാധനം എടുത്ത് സാമ്പാറിലേക്ക് ഒഴിച്ചിട്ട് പിന്നെ കുറച്ച് സാമ്പാറിൻ്റെ ചാറെടുത്ത് വീണ്ടും പാത്രത്തിൽ ഒഴിച്ചിട്ട് തിരിച്ചു വയ്ക്കും. എന്താ ഒരു മനസ്സമാധാനം എന്നറിയോ. അങ്ങനെ എല്ലാം കഴിയുമ്പോൾ ഞാൻ ഉണ്ടാക്കിയ സാമ്പാർ കാണാൻ വേണ്ടി ഇങ്ങനെ ഇരിക്കും കേട്ടോ. നല്ല രസമില്ലേ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എൻ്റെ സാമ്പാർ. കഴിക്കണ വീഡിയോ ഞാൻ പിന്നെ എടുത്തില്ല കേട്ടോ. എല്ലാ വീഡിയോയിലും അത് തന്നെ വേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ നമുക്കിനി പെട്ടെന്നൊന്ന് റെഡിയാവും. ഈ കോലത്തിലാണ് ഞാൻ ഇരിക്കുന്നത്. ഇനി അടുത്ത കോലത്തിലേക്ക് ട്രാൻസ്ഫോർമേഷൻ ചെയ്യാം. കൊണ്ടുപോകാനുള്ള എല്ലാം ഞാൻ എൻ്റെ കട്ടിലിൽ നിരത്തി വെച്ചിട്ടുണ്ട് കേട്ടോ. ഒന്നും മറക്കാൻ പാടില്ല. ഇനി വലിയ പരിപാടിയൊന്നുമില്ല കേട്ടോ. ജസ്റ്റ് കമ്മലിടുക, കണ്ണെഴുതുക, അങ്ങനെ നമ്മൾ നോർമലി ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും മാത്രമേ ഉള്ളൂ കേട്ടോ. സ്പെഷ്യലായിട്ട് വേറെ ഒന്നുമില്ല. മെയിനായിട്ട് പിന്നെ ഉള്ളത് മുടി കെട്ടി വയ്ക്കുക എന്നുള്ള. എനിക്ക് മുടി മുഖത്തേക്ക് വന്നാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞാൻ എവിടെ പോയാലും മുടി ബാക്കിൽ ഇങ്ങനെ കെട്ടി വെച്ചിട്ട് പോണേ. എനിക്ക് അയച്ചിട്ടിട്ട് എവിടെയും പോകാൻ പറ്റാറില്ല. ആഗ്രഹം ഇല്ലാത്തതുകൊണ്ടല്ല കേട്ടോ, പറ്റാറില്ല. അത് തന്നെയാണ് സത്യം. മുടി ഫുള്ള് ചെട പിടിച്ച് ഭ്രാന്ത് പിടിക്കും ലാസ്റ്റ്. ഇപ്പം ഞാൻ ഏറ്റവും കൂടുതൽ നോക്കാറ് എൻ്റെ മുടീനെ തന്നെ കേട്ടോ. ഇവിടെ വന്നതിന് ശേഷം മുടി ഒത്തിരി പൊട്ടി പോകുന്നുണ്ട്. ഞാൻ മാക്സിമം പറ്റുന്ന പോലെയൊക്കെ തന്നെ നോക്കുന്നുണ്ട്. കണ്ടില്ലേ, മുടി കെട്ടലും അങ്ങനെ പെട്ടെന്ന് തീർന്നു. ഇത്ര നാളായി ഇവിടെ വന്നിട്ടെന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല കേട്ടോ. പെട്ടെന്ന് തണുപ്പടിച്ചാൽ എനിക്കിപ്പോഴും പ്രശ്നമാണ്. ഞാൻ അതുകൊണ്ട് തന്നെ എല്ലാം മൂടി കെട്ടി ചെവിയിലും തൊപ്പി വെച്ച് കയ്യിൽ ഗ്ലൗസ് ഇട്ടാണ് പുറത്തേക്ക് ഇറങ്ങാറ്. ഞാൻ ഈ പ്രാവശ്യത്തെ ബ്ലാക്ക് ഫ്രൈഡേ സെയിലിന് ഒരു വിൻ്റർ ബൂട്ട് മേടിച്ചിട്ടോ. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ജോലിക്ക് പോകുമ്പോൾ ഇടുന്ന സ്കെച്ചേഴ്സിൻ്റെ ഷൂ ആണ്. പിന്നെ അങ്ങനത്തെ ബ്രാൻഡഡ് ഷൂ ഇട്ടിട്ട് പെട്ടെന്ന് ഇങ്ങനത്തെ സാധനങ്ങൾ ഇടുമ്പോൾ കാലുവേദന എടുക്കാനുള്ള ചാൻസസ് കൂടുതലായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. ഞാൻ സിബ്ബുള്ള ബൂട്ടാണ് മേടിച്ചത്. അതാണ് എളുപ്പം. ഇല്ലെങ്കിൽ മറ്റത് കെട്ടിക്കൊണ്ടിരിക്കേണ്ടി വരും. ഇതുമ്പോൾ കെട്ടിയത് ഓൾറെഡി ഫ്രണ്ടിലുണ്ടെങ്കിലും സിബ്ബുള്ളതുകൊണ്ട് പെട്ടെന്ന് ഇട്ടിട്ട് പോകാൻ പറ്റും. ഇടയ്ക്ക് എനിക്ക് ഇതൊക്കെ ഇടുമ്പോൾ ഭ്രാന്ത് പിടിക്കും കേട്ടോ. നാട്ടിലാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ പോയാൽ മതിയായിരുന്നു. ഇതിപ്പോൾ ജാക്കറ്റായി, ഗ്ലൗസായി, എന്തൊക്കെയല്ലേ. എന്തൊക്കെ ചെയ്താലും ഞാനും തണുപ്പ് തമ്മിൽ ഒരിക്കലും ചേരില്ല എന്നാണ് തോന്നണത്. ഇപ്പോഴും എൻ്റെ മൂക്കടഞ്ഞിരിക്കുകയാണ്. പിന്നെ ഞാൻ വോയിസ് ഓവർ കൊടുക്കാൻ വേണ്ടി മാത്രം നാസൽ സ്പ്രേ അടിച്ചിട്ടാണ് കേട്ടോ വോയിസ് ഓവർ കൊടുക്കണേ. എൻ്റെ കഷ്ടപ്പാട് നിങ്ങൾ കാണണം ഗൈസ്. ഇത് ഞാൻ ഷൈനിയിൽ നിന്ന് മേടിച്ച സ്കാർഫാണ് കേട്ടോ. ഇത് വളരെ നല്ലൊരു ഹെൽപ്ഫുൾ സാധനമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് യൂസ് ചെയ്യുമ്പോൾ കഴുത്തിലേക്ക് ഒട്ടും കാറ്റടിക്കില്ല. മറ്റേത് ജാക്കറ്റിൻ്റെ ഇടയ്ക്കിടയ്ക്ക് ഇച്ചിരിയൊക്കെ കാറ്റടിക്കുമായിരുന്നു. ഇതിപ്പോൾ സെറ്റാണ്. ഇനി നമുക്ക് പെട്ടെന്ന് ഇറങ്ങാം കേട്ടോ. കാരണം വേറൊന്നുമല്ല, ഇനി ഡ്യൂട്ടിക്ക് കയറാൻ വൈകിയാലോ. പോണ വഴിക്കാണെങ്കിൽ എനിക്ക് DM-ലും ഒന്ന് കയറണം. അപ്പം ഞാൻ ബാഗിലെല്ലാം എടുത്ത് വെച്ചില്ലേ എന്നൊക്കെ നോക്കുക കേട്ടോ. കഴിക്കാൻ എടുത്ത് വെച്ചോ, ബാക്കിയെല്ലാം ഉണ്ടോ എന്നൊക്കെ നോക്കി. എന്നും അതേ ഗൈസ്, ഇങ്ങനെ റെഡി ആയി കഴിയുമ്പോൾ ഫുള്ളൊരു ബ്ലാക്ക് മയമാണ്. ഇത് നോക്കിയേ, ഇത് ഞങ്ങൾ വന്ന സമയത്ത് എല്ലാവരും ഒരുമിച്ച് എവിടെയെങ്കിലൊക്കെ പോകുമായിരുന്നേ. അപ്പം എടുത്ത ഫോട്ടോസാണ്. ഇപ്പം ഞങ്ങൾക്ക് എപ്പോഴും അങ്ങനെ ഒരുമിച്ച് സമയമൊന്നും കിട്ടാറില്ല കേട്ടോ. നമ്മളൊരു സ്ഥലത്ത് പോകാൻ പ്ലാൻ ചെയ്യുന്നുണ്ട് ഗൈസ്. അപ്പം അതിൻ്റെ ഫോട്ടോയും വരും. ഇനിയും ഇവിടെ കളിച്ചുകൊണ്ട് നിന്നുണ്ടെങ്കിൽ ജോലിക്ക് കയറാനും വൈകും, കടയിൽ കയറാനും പറ്റില്ലാത്ത അവസ്ഥയാണ്. അങ്ങനെ ഇറങ്ങി വന്നപ്പോൾ ഇവിടുത്തെ ലൈറ്റൊക്കെ ഓണായി കിടക്കുന്നു. പിന്നെ അത് ഓഫാക്കി പുറത്തിറങ്ങി വാലൊക്കെ പൊട്ടി സ്റ്റാറൊക്കെ ഇട്ടുണ്ടേ. ഈ മാൻ തിളങ്ങും രാത്രി ലൈറ്റ് ഇടുമ്പോൾ.
ഇതാണ് നമ്മുടെ വീട്, ഈ കാണുന്നത്. നമുക്ക് സൈക്കിൾ കൊണ്ട് പോവാം. ബൈ. ഓക്കെ, വീടുകളൊക്കെ ഇങ്ങനെ അട്ടി വെച്ചേക്കുന്നത്. സൈക്കിളായിട്ട് ഇങ്ങനെ പോകുമ്പോൾ നേരെ അങ്ങ് ചവിട്ടി പോകുന്നതുകൊണ്ട് ഇങ്ങനെ വീഡിയോ കാണുമ്പോഴായിട്ട് ഞാൻ തന്നെ ഇതൊന്ന് ശ്രദ്ധിച്ച് കാണുന്നത്. ഇവിടുത്തെ സ്കൂളുകളൊക്കെ വിട്ട് പിള്ളേർ പോകാൻ തുടങ്ങിയിട്ടുണ്ട് വീട്ടിലേക്ക്. അതാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഇവിടുത്തെ ബസ് സ്റ്റോപ്പ്, അവിടെ തന്നെ ട്രെയിൻ സ്റ്റേഷനുണ്ട്. സിഗ്നൽ വന്ന് പോയതേ ഉള്ളൂ, അപ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്യണം. ഇത് അവിടെ കാണുന്ന കേട്ടോ എൻ്റെ ഹോസ്പിറ്റൽ. ഈ കാണുന്നതാണ് എൻ്റെ ഹോസ്പിറ്റൽ. ഇപ്പോൾ പച്ച വരും, അപ്പോൾ നമുക്ക് പോകാം. കുറേ പേര് വെയിറ്റ് ചെയ്യുന്നുണ്ട്. എൻ്റെ അവിടെ നിന്ന് ഒരു 10 മിനിറ്റ് വന്നാൽ മതി കേട്ടോ ഞങ്ങളുടെ ഒരു ഈ ജംഗ്ഷനിലേക്ക്. ഇവിടെ തന്നെ എല്ലാ മെയിൻ ഷോപ്പുകളും ഉണ്ട്. H&M അങ്ങനെ കുറേ കടകളുണ്ട്. എല്ലാം മേടിക്കാൻ കിട്ടുന്ന ഒരു കടയാണ് കേട്ടോ DM. നമുക്ക് DMൻ്റെ ഉള്ളിൽ കയറി നോക്കാം. ഇവിടെ ഒരുവിധം എല്ലാ സാധനങ്ങളും നമുക്ക് മേടിക്കാൻ കിട്ടും കേട്ടോ. ചൂടിൻ്റെ ഫ്ലാസ്റ്റർ സാധനങ്ങളൊക്കെ. ഞാൻ മെയിനായിട്ട് ഇത് മേടിക്കാനാണ് വന്നത്. എൻ്റെ കാലിൻ്റെ മുട്ട് നല്ല വേദനയുണ്ട്, അപ്പോൾ ഇത് മേടിക്കാൻ വേണ്ടി ഞാൻ വന്നത്. ഇവിടെ പലതരം സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ നമുക്ക് ബയോട്ടിൻ ടാബ്ലറ്റൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ പലതരം സാധനങ്ങളുണ്ട്. അപ്പോൾ ഇന്ന് കാണിച്ചത് അത്രേ ഉള്ളൂ. നമുക്ക് ജോലിക്ക് പോകാം. ഇപ്പോൾ നമുക്കിത് തന്നെ ബില്ല് ചെയ്യാം കേട്ടോ. ഇതിൻ്റെ QR കോഡ് ഇവിടെ കാണിച്ചിട്ടുണ്ട്. അപ്പം അത് ഇവിടെ വരും. കുട്ടികളൊക്കെ പൂട്ടി വെച്ചിട്ടുണ്ട്. ഹോസ്പിറ്റലിൽ എത്തിയിട്ടുണ്ട്. അതാണ് ഹോസ്പിറ്റൽ. ഇതിന് മേളിലൊരു ഹെലികോപ്റ്റർ പാടൊക്കെ ഉണ്ട്. ഞാൻ വർക്ക് ചെയ്യണത് ഏകദേശം ഇവിടെ ആയിട്ട് വരും. ഈ ഒരു ഫ്ലോർ ഫുള്ള് ആണ് ഹോസ്പിറ്റലിലെ ഡ്രസ്സൊക്കെ എടുക്കുന്ന സ്ഥലവും ബാക്കി ഇവരുടെ കിച്ചണിലെ സ്ഥലമൊക്കെ കേട്ടോ. നമുക്ക് ഇവിടെ തൊട്ട് ഒത്തിരി ഒന്നും എടുക്കാൻ പറ്റില്ല എന്ന് വിശ്വസിക്കുന്നു. പക്ഷെ പറ്റുന്നത് കാണിച്ചു തരാം. ഇതിലിടാനുള്ള ഡ്രസ്സ് ഇവിടെ നിന്ന് തന്നെ കിട്ടും കേട്ടോ. അപ്പോൾ അതെടുക്കേണ്ട സ്ഥലമാണിത്. ഇവിടെ സ്കാൻ ചെയ്യാം, നമുക്ക് ഉള്ളിൽ കയറാം. ഇവിടെ സ്കാൻ ചെയ്താൽ ഇവിടെ ലൈറ്റ് തെളിയും. നമ്മൾ ഈ സ്ഥലത്തിൽ ജസ്റ്റ് ഒന്ന് തള്ളുക. അപ്പോൾ ഇവിടെ എല്ലാവർക്കുള്ള ഡ്രസ്സ് ഇവിടെ തന്നെ ഉണ്ട്. കണ്ട, ഇത് നമുക്കുള്ള ഡ്രസ്സ് എടുക്കുക, സ്കാൻ ചെയ്യുക, പുറത്ത് പോവുക. അത്രേ ഉള്ളൂ. സ്കൂളേഴ്സുള്ള ഡ്രസ്സാണ് കേട്ടോ ഇത്. ഞാൻ ഒരെണ്ണം എടുത്തിട്ടുണ്ട്. നമുക്ക് സ്കാൻ ചെയ്ത് പുറത്തിറങ്ങാം. ഇത് ഡോക്ടർമാരുടെ ഉണ്ട്, എല്ലാവരുടെയും ഉണ്ട് കേട്ടോ. ഇത് ആണ് നഴ്സുമാരുടെ. ഹായ്, ഇതാണ് ജോഷുവ. എൻ്റെ മാറുന്ന റൂം. നമ്മൾ ഇവിടെ സ്കാൻ ചെയ്തിട്ട് ആണെങ്കിൽ പച്ച വരും. മാറുന്ന റൂം. ഗൈസ്, മാറുന്നതിന് മുമ്പുള്ള ഇത് നമ്മളൊരു ഷെൽഫൊക്കെ നമുക്ക് വേണ്ടി എടുക്കുക. അവിടെ നമ്മുടെ എല്ലാ സാധനങ്ങളും വയ്ക്കുക. നമ്പർ മറന്നു കൊണ്ടിരിക്കുക, അതാണ് മെയിൻ. ഇത് പിന്നെ ഇതേ പെട്ടെന്ന് ഡ്രസ്സൊക്കെ മാറി. ഇതാണ് ആഫ്റ്റർ. എങ്ങനെയുണ്ട്? ഒരു നേഴ്സിനെ പോലെ ഉണ്ടല്ലേ. ഞാൻ എൻ്റെ ലിഫ്റ്റിലൊക്കെ കയറി. എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ആളെൻ്റെ കൂടെ ഉണ്ട് കേട്ടോ. പിന്നെ പുള്ളിക്കാരി ജില്ലായതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇതാ വൈകിട്ട് മരുന്ന് കൊടുക്കുന്ന സമയമായപ്പോൾ ഞാൻ ഈ 6 മണിക്കുള്ള മരുന്ന് മാത്രം എടുത്ത് വെച്ചിട്ട് ബാക്കിയെല്ലാം എടുത്ത് മാറ്റി വയ്ക്കുന്ന കാണുന്നത്. ഇപ്പോൾ വെയിൻ വഴി കൊടുക്കുന്ന ഇൻഫ്യൂഷനും ആൻറ്റിബയോട്ടിക്സൊക്കെ ഓൾറെഡി ചെയ്ത് തീർത്ത് വെച്ചേക്കാണേ. അത് ഈ മരുന്നൊക്കെ സെറ്റാക്കിയിട്ട് അതിൻ്റെ കൂടെ കൊണ്ടുപോയി കൊടുക്കണം. ഞാൻ പണിയെടുക്കുന്ന സ്റ്റേഷനിൽ ഞാൻ തന്നെ കേട്ടോ ഇതൊക്കെ ചെയ്യാറ്. എനിക്കാണെങ്കിൽ മരുന്നൊക്കെ ഇങ്ങനെ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇത് ആകുമ്പോൾ നമ്മൾ എന്തെങ്കിലുമൊക്കെ പഠിക്കുകയൊക്കെ ചെയ്യും. ഞാൻ കൂടുതലും ചെയ്തിട്ടുള്ള കെയർ അങ്ങനത്തെ സംഭവങ്ങളാണ്. നമ്മൾ കുളിപ്പിക്കുക, പല്ലേപ്പിക്കുക, അങ്ങനത്തെ പരിപാടികളൊക്കെയാണ് കൂടുതലും ചെയ്തിട്ടുള്ളത്. പിന്നെ ഇപ്പോൾ ഹോസ്പിറ്റലിൽ വന്നപ്പോഴാണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കുറച്ചൊക്കെ നോക്കി തുടങ്ങിയത്. ഇനിയിപ്പോൾ എല്ലാം ശരിയാവും. 3 വർഷത്തിലെല്ലാം പഠിക്കണമല്ലോ. ഇങ്ങനെയൊക്കെ റെഡിയാവും. പിന്നെ ഇത് 5 മിനിറ്റ് ഗ്യാപ്പ് ഇട്ടിപ്പോൾ നമ്മളൊക്കെ ഇരുന്ന് വർത്താനം പറയാണ്. അവരവിടെ ഇരുന്ന് വർത്താനം പറയും. ഇതാ ഒരു പേഷ്യൻ്റ് വിളിച്ച് ഞാൻ പേഷ്യൻ്റെ അടുത്ത് പോയിട്ട് വരാണ്. അങ്ങനത്തെ അപ്പോൾ എനിക്ക് വേറൊരു പണിയും കിട്ടി. നമ്മുടെ ലാബിൽ കൊണ്ടുപോയിട്ട് ബ്ലഡ് കൊടുക്കണം. ഇതെന്തോ എമർജൻസി കേസായിട്ടാണ് കേട്ടോ. അതിൽ ആ റോസ് ക്യാപ്പ് ഇട്ടേക്കണേ. സമയം ഇപ്പോൾ ഒരു 6-7 മണി ഉണ്ടോ കേട്ടോ. ഫുള്ള് പേഷ്യൻ്റ് അവിടെ നിന്നൊക്കെ ബെല്ലടിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെയാണെങ്കിൽ അവർ കരോൾ പാടാൻ വേണ്ടി വന്നേക്കാണ്. അങ്ങനെ അവർ കരോളൊക്കെ പാടി ഞാൻ അതിൻ്റെ ഇടയിൽ കൂടെ പേഷ്യൻ്റെ അടുത്തൊക്കെ പോയി പറഞ്ഞിരുന്ന സമയം 9 മണിയായി. 9:01 ഞാനപ്പോഴും ഇങ്ങനെ ഫ്ലോറിൽ കൂടെ നടക്കുമായിരുന്നു. അവരവിടെ ഇരുന്ന് വർത്താനം പറയുന്നുണ്ട്. അത് പരിപാടി കഴിഞ്ഞിരിക്കുകയാണ്. അറ്റ് ലാസ്റ്റ് എന്നെ വിട്ടിരിക്കുകയാണ് ഗൈസ്. ഹോസ്പിറ്റലിൽ എനിക്ക് ഇഷ്ടപ്പെട്ടു ഗൈസ്. കുറച്ച് പണിയൊക്കെ ഉണ്ടെങ്കിലും നല്ല രസമുണ്ട്. പിന്നെ നമുക്കൊരു ഡാൻസൊക്കെ ആവും. എല്ലാം കഴിഞ്ഞല്ലോ, ഇനി വീട്ടിൽ പോകാമല്ലോ. ഇത്ര ലൂസായിട്ട് കിടക്കുന്ന യൂണിഫോം വേണം ഗൈസ്, അല്ലെങ്കിൽ പണിയെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. എങ്ങനെയുണ്ട്?
അതാണ് എനിക്ക് ഷിബിൻ ബർത്ത്ഡേക്ക് മേടിച്ചിരുന്ന ബാഗ്. ഇതിൻ്റെ അടുത്ത് എല്ലാവരും ചോദിച്ചു കേട്ടോ, നല്ല അടിപൊളി ബാഗാണല്ലോ, എവിടെ നിന്നാന്നൊക്കെ. ആദ്യം കുറച്ച് കോമഡി ആയിട്ട് തോന്നിയെങ്കിലും അടിപൊളിയാണ്. ഇന്ന് എനിക്ക് ഇത്രയൊക്കെ എടുക്കാൻ പറ്റുള്ളൂ ഗൈസ്. അപ്പം നമുക്കിനി പെട്ടെന്ന് ഡ്രസ്സൊക്കെ മാറി വീട്ടിൽ പോവാം. വീട്ടിലാരെങ്കിലും എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും, ഫുഡ് കഴിച്ചിട്ട് കിടക്കാം, വീണ്ടും രാവിലെ എണീച്ച് ഇതുപോലെ കുക്ക് ചെയ്യാൻ പോവാം. ഇത് തന്നെയാണ് ഗൈസ് എൻ്റെ ഒരാഴ്ചയായിട്ടുള്ള പരിപാടി. ഒരാഴ്ചയോ എനിക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഒരു മാസമായിട്ട് ഈവനിങ് ഷിഫ്റ്റ് തന്നെയായിരുന്നു. നല്ല രസമാണ് ഗൈസ്. ഇത് ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന് അവിടെ പണിയെടുക്കുന്നതിൻ്റെ ഇടയിൽ തിരിച്ച് വെക്കാൻ വേണ്ടി മറന്നു പോയത് കേട്ടോ. അങ്ങനെ കുറേ സാധനങ്ങൾ പോക്കറ്റിലുണ്ടാവും. പിന്നെ പിറ്റേ ദിവസം ചെല്ലുമ്പോൾ വീണ്ടും തിരിച്ച് കൊണ്ടുപോകും. ഇത് തന്നെയാണ് പണി. എന്തൊക്കെയാണോ വായി കിടക്കണം. ഈ ഡ്രസ്സ് തിരിച്ചിടുന്നതിന് മുമ്പ് എന്തെങ്കിലുമൊക്കെ ഡ്രസ്സിലുണ്ടോ എന്ന് നോക്കണം കേട്ടോ, ഇല്ലെങ്കിൽ പിന്നെ ഒന്നും തിരിച്ച് കിട്ടില്ല. ആരുടെയൊക്കെ എന്തൊക്കെ അങ്ങനെ പോയിട്ടുണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അങ്ങനെ ഞാൻ എൻ്റെ ഡ്രസ്സിലേക്ക് വീണ്ടും കയറി. ഇപ്പം വീണ്ടും ഫുള്ള് കറുപ്പമായി ആവും, അത് വേറെ കാര്യം. എന്നാലും അതിന് മുമ്പ് നല്ല ടോപ്പല്ലേ, ഞാൻ പ്രിമാർക്കിൽ നിന്ന് മേടിച്ചതാണ്. ആ ജാക്കറ്റും പ്രിമാർക്കാണ്, ടോപ്പും പ്രിമാർക്ക്. എനിക്ക് പ്രിമാർക്ക് ഇപ്പോൾ എൻ്റെ നല്ലോണം പൈസ പൊട്ടാറുണ്ട്. കാരണം പ്രിമാർക്കിലെല്ലാത്തിനും തന്നെ വിലക്കുറവായിരിക്കും. അതുകൊണ്ട് ഇപ്പോൾ 10 യൂറോ ആണെങ്കിൽ 5-6 എടുത്താൽ തന്നെ 50 യൂറോ ആവില്ലേ. കയറി കഴിഞ്ഞാൽ കുറേ പൈസ പൊട്ടും ഗൈസ്. ഞാൻ വീഡിയോ എടുക്കാൻ ഓരോരോ ആംഗിൾ കണ്ടുപിടിക്കുന്നതുണ്ടോ. ബൂട്ടിടാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ നേരെ ഓപ്പോസിറ്റ് അവിടെ ചാരി വെച്ചേക്കുവാണ്. പക്ഷെ കൊള്ളാം. അപ്പോൾ ഡ്രസ്സൊക്കെ മാറിക്കഴിഞ്ഞ് നമുക്ക് പോവാം. പോണതിന് മുമ്പ് ഈ ഉപയോഗിച്ച ഡ്രസ്സ് ഓൾറെഡി തിരിച്ചിടണം കേട്ടോ. നല്ലൊരു പരിപാടിയല്ലേ, കാരണം നമുക്ക് എല്ലാ ദിവസവും ഫ്രഷ് ആയിട്ടുള്ള യൂണിഫോം ഇടാമല്ലോ. നമുക്കത് തിരിച്ചിടുക, അടുത്തത് എടുക്കുക, ഡ്യൂട്ടി കയറുക. അത് നല്ലൊരു സംഭവം. അത് എല്ലായിടത്തും വരുന്നത് നല്ലതായിരുന്നു. പക്ഷെ ഇങ്ങനത്തെ വലിയ ഹോസ്പിറ്റലിലൊക്കെ മാത്രമല്ലേ അത് വരുള്ളൂ. ചെറിയ ഓൾഡ് ഏജ് ഹോമിലൊന്നും അതിൻ്റെ ആവശ്യമില്ലല്ലോ എന്ന് വിചാരിച്ചായിരിക്കും. പക്ഷേ ഇത് കൊള്ളാം. നമ്മളത് തിരിച്ചിടുമ്പോൾ നമ്മുടെ കാർഡിലേക്ക് അത് കയറും. കാരണം നമുക്ക് മാക്സിമം 2 എടുക്കാൻ പറ്റുള്ളൂ. അതിൽ കൂടുതലെടുത്ത് അതിൽ ചുമപ്പ് കാണിക്കും കേട്ടോ. അപ്പോൾ അതിൽ റീഡ് ചെയ്യുന്നതാണ് ആ കാണിക്കുന്നത്. നമ്മൾ രാവിലെ സൈക്കിൾ വെച്ച സ്ഥലമാണ് കേട്ടത്. ഇവിടെയാണ് സൈക്കിള്, സ്റ്റെപ്പ് കയറണം. ഇരിക്കുന്നത് സൈക്കിൾ. നോക്ക് ഗൈസ്, ഇത്ര നേരമായി, രാത്രി 9 മണി. ക്രാങ്കൻ്റെ ഹൗസ് ഇപ്പം ശരിക്കും കാണാൻ പറ്റും. ഇതാണ് എൻ്റെ. നമ്മൾ ഇറങ്ങി. എൻ്റെ സൈക്കിൾ മാത്രമേ ഉള്ളൂ, ബാക്കി എല്ലാവരും പോയി. ഷർട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കുക ഗൈസ്. ഷർട്ട് കാണാൻ നല്ല രസമില്ലേ. നോക്കിയേ, ഇവരെ കാണാൻ നല്ല ക്യൂട്ടല്ലേ. രാത്രിയിലെ നല്ല ലൈറ്റിൽ ഇവർ മാത്രം എടുക്കുക. രാവിലെ നിറച്ച ആൾക്കാരുണ്ടായിരുന്ന ബാൻ ഓഫ് ഇങ്ങനെയാണ് കേട്ടോ ഗൈസ്. ഇപ്പം കാണാൻ നല്ല രസമില്ല. ഇപ്പം കാണാൻ ഇങ്ങനെയാണ്. സൂപ്പർ ഡൂപ്പർ. ഇത് കണ്ടോ, ഇതിനാണ് ഇവിടുത്തെ ഫർഷങ് എന്ന് പറയുന്നത്. ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഇവിടെ വയ്ക്കും. നമുക്ക് വേണമെങ്കിൽ എടുക്കാം. എല്ലാവരും ക്രിസ്മസിന് വേണ്ടി തയ്യാറെടുക്കുകയാണ്. ഇതൊക്കെ ഈ വീട്ടിൽ ഇതുണ്ടല്ലോ, നമ്മുടെ വീടിൻ്റെ വഴിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ നേരെ കാണുന്ന ഒരു കെയർ ഹോമാണ് കേട്ടോ. നല്ല വലിയ ഹോമാണ്. ഞാനിതുപോലെ ഒരു ഹോമിലാണ് വർക്ക് ചെയ്യുന്നത്. ഇപ്പോൾ 2 മാസത്തേക്ക് ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നു കേട്ടോ. വീട്ടിലെത്താറായിട്ടോ, വീട്ടിലേക്ക് പോണ വഴിയാണിത്. എല്ലാവരും അടിപൊളിയായിട്ട് ക്രിസ്മസ് ട്രീ ഒക്കെ അലങ്കരിച്ചിട്ടുണ്ടല്ലേ. നല്ല രസമാണ്. എല്ലായിടത്തും ഓരോരോ ടൈപ്പിലാണ് എല്ലാവരും. അന്ന് കാണാൻ നല്ല രസമാണ്. ഇതാണ് ഞാൻ പറഞ്ഞ നമ്മുടെ വീട്ടിലെ ക്യൂട്ടായിട്ടുള്ള മാൻകുട്ടികൾ. എങ്ങനെയുണ്ട്? വീട്ടിൽ പുറത്ത് ലൈറ്റ് ആരും ഇട്ടിട്ടില്ല കേട്ടോ. നോക്ക്, നല്ല രസമുണ്ടല്ലേ. വീട്ടിലെത്തി, ലൈറ്റ് തെളിഞ്ഞു. സ്റ്റാറിനെ കണ്ടോ?
വീട്ടിലെത്തി. ഇങ്ങനെ വീട്ടിലെത്തി. ഇനി എല്ലാം ഒരു വെച്ച് നേരെ ഫുഡ് കഴിക്കാൻ പോകണം. അതാണ് മെയിൻ ലക്ഷ്യം. വിശക്കുന്നേ. ഓടി വന്നിരുന്നപ്പോൾ ലച്ചുവിൻ്റെ ബാഗ് പോയി. ഇനി അതെടുത്ത് വെക്കണം. ആദ്യം ഇതൊക്കെ ഊരിക്കളയണം. അതാണ് എൻ്റെ. എന്നിട്ട് വേണം ശ്വാസം എടുക്കാൻ മര്യാദയ്ക്ക്. കണ്ടോ എന്തൊരു ബുദ്ധിമുട്ടാ. മടുത്തു ഗൈസ്. സാധാരണ നേരത്തെയൊക്കെ വന്ന് കഴിഞ്ഞാൽ ഡ്രസ്സൊക്കെ മാറിയിട്ടോ മേലൊക്കെ കഴുകിയിട്ടാണ് ഫുഡ് കഴിക്കാറുള്ളൂ. അപ്പം ഞാൻ നേരെ ഫുഡ് കഴിക്കും ഗൈസ്. അത് കഴിഞ്ഞിട്ടുള്ളൂ എല്ലാ പരിപാടിയും. കണ്ടോ ഞാൻ വന്ന വഴിക്ക് എല്ലാം കൊണ്ടുപോയി കട്ടിലിട്ടു. അത് കഴിഞ്ഞിട്ട് ഞാൻ തന്നെ അതെടുത്ത് മാറ്റി വയ്ക്കും. കാരണം എനിക്ക് അത് വിചാരിക്കും പിന്നെ ചെയ്യാമെന്നായിരിക്കും. പിന്നെ ഇപ്പം തന്നെ അങ്ങ് ചെയ്യാം, എന്തിനാ പിന്നെ ഇനി മാറ്റി വെക്കണമെന്ന്. ഇനി എന്നെപ്പോലെ അങ്ങനെയാണോ നിങ്ങളും? എനിക്കറിയില്ല. ഞാൻ എപ്പോഴും അങ്ങനെയാണ്. എല്ലാം മാറ്റി ഇനിയിപ്പോൾ നേരെ വന്ന് കിടന്നാൽ മതിയല്ലോ എന്നുള്ള രീതിയിൽ. അപ്പം താ നേരെ ഫുഡ് കഴിക്കാനാണ് പോയത്. മോരുകറി വേറെ എന്തോ ഉണ്ട്, എന്താണെന്ന് ഞാൻ പറഞ്ഞു. പാട്ടൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. ഓഫീസിൽ പാട്ടൊക്കെ ഇട്ട് വൈബൊക്കെ ചെയ്ത് കഴിച്ചു. ഇന്നത്തേക്ക് എൻ്റെ എനർജിക്ക് തീർന്നു ഗൈസ്. ഇനി എവിടെയെങ്കിലൊക്കെ പോയി കിടക്കട്ടെ. നാളെ വീണ്ടും എണീച്ച് നമുക്ക് ബാക്കി പരിപാടികൾ തുടരാം. ഞാൻ ഇപ്പം കിടന്നാലാണ് ഗൈസ് തിരിഞ്ഞും മറിഞ്ഞൊക്കെ ഒന്ന് ഉറങ്ങുള്ളൂ. കുറേ നേരം എടുക്കും ഒന്ന് ഉറങ്ങാൻ, ഒന്ന് സെറ്റിലാവാൻ. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം. വേറെ എന്തെങ്കിലും പുതിയ വിശേഷങ്ങളായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും ഗൈസ്. അതുവരേക്കും സൈനിങ് ഓഫ്. Your lovely life of Pi. Bye guys.